സംസ്ഥാനമൊട്ടാകെ വിപുലമായ പരിപാടികളോടെയാണ് അയ്യങ്കാളി ജയന്തി ആഘോഷിക്കുക. അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ നിന്നും ശ്യാമപ്രസാദാണ് ഇന്ന് വിവരങ്ങൾ നൽകുവാനായി രാവിലെ ചേരുന്നത്. ശ്യാമി, അപ്പോൾ അയ്യങ്കാളി ജയന്തിയാണ് ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം. അപ്പോൾ അയ്യങ്കാളിയെ പറ്റി പറയുമ്പോൾ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഒരു വിഭാഗവും. അങ്ങനെ അധസ്ഥിതരായി നിന്ന ഒരു വിഭാഗത്തിനെ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായി പോരാടിയ, അതിനുവേണ്ടി മുന്നിൽ നിന്ന് നയിച്ച ആ വീരപുരുഷൻ, അദ്ദേഹത്തെ ഇന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാടായ വെങ്ങാനൂരിൽ വിശേഷങ്ങൾ, ആഘോഷങ്ങൾ? പറയും. ആതിര, ആര്യശ്രീ, ഗുഡ് മോർണിംഗ്. എന്തായാലും നിലവിൽ 163-ാം അയ്യങ്കാളി ജയന്തി ദിനത്തിൻ്റെ ആ ഒരു ആഘോഷത്തിലാണ് സംസ്ഥാനത്തെമ്പാടും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂരിലാണ്. വെങ്ങാനൂരിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് മുൻപിലാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്മാരകം. 1863-ൽ അയ്യൻ്റെയും മാലയുടെയും മകനായി അയ്യങ്കാളി തിരുവനന്തപുരം വെങ്ങാനൂരിൽ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടം, അതെല്ലാം തന്നെ വലിയൊരു വിപ്ലവകരമായ കാലഘട്ടത്തിൽ കൂടിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്ന. പ്രധാനമായും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഒപ്പം തന്നെ ഐതിഹാസികമായ ഒട്ടേറെ സമരങ്ങൾ, വില്ലുവണ്ടി സമരവും എല്ലാം തന്നെ നമ്മൾ ചരിത്രത്തിലെല്ലാം തന്നെ അടയാളപ്പെടുത്തിയ ഒട്ടേറെ സമര ചരിത്രങ്ങൾക്ക് പോരാട്ടം കൊടുത്ത വ്യക്തി. ആ വ്യക്തിയുടെ ഈ 163-ാം ജയന്തി ദിനം വലിയ വിപുലമായ ആഘോഷ പരിപാടികളൊക്കെ കൊണ്ടാടുമ്പോഴേക്കും നഗര ഗ്രാമ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ വലിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും നിലവിൽ പല സമരചരിത്രങ്ങളിലൂടെ പോവുകയാണെങ്കിൽ വില്ലുവണ്ടി സമരമൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശം, ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ സ്കൂളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന അയ്യങ്കാളി, അദ്ദേഹത്തിൻ്റെ ആ ഒരു സമര പോരാട്ടങ്ങളെല്ലാം തന്നെ ഐതിഹാസികമായ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന വലിയ വിശേഷണങ്ങളാണ്. ആ ഒരു നാട് ഇന്ന് വലിയ ആഘോഷങ്ങളിൽ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഒരു വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തുമെല്ലാം തന്നെ വലിയ പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിക്കാനും നിലവിൽ ഇന്ന് വെങ്ങാനൂരിലെ ഗ്രാമം വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വില്ലുവണ്ടി സമരമൊക്കെ നേരത്തെ എടുത്തു പറയേണ്ടതാണ്. അതെല്ലാം തന്നെ വളരെയേറിയ ചർച്ചകൾ നടന്ന ഒന്ന് തന്നെയാണ്. അതായത് 1893-ൽ അന്ന് മേലാളന്മാർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സവർണർക്ക് മാത്രം സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സ്ഥലത്ത്, ആ ഒരു സ്ഥലത്തെ വില്ലുവണ്ടിയിൽ, കാളവണ്ടിയിൽ മണികെട്ടി ആ പൊതുനിരത്തിലൂടെ അദ്ദേഹം ഓടിച്ചുകൊണ്ട് വന്ന് സവർണർക്കെതിരെ വലിയ പോരാട്ടം കാഴ്ചവെച്ച വ്യക്തി. ആ വ്യക്തിയിൽ നിന്ന് പിന്നീട് വിദ്യാഭ്യാസ അവകാശത്തിലേക്ക് പോകുന്നു. പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന അയ്യങ്കാളി, അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾക്കെല്ലാം തന്നെ വലിയ പിന്തുണ ദേശീയ തലത്തിൽ തന്നെയെല്ലാം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. മഹാത്മാഗാന്ധി അടക്കമുള്ളവർ അദ്ദേഹത്തെ പുലയരുടെ, കിരീടം വെക്കാത്ത പുലയരുടെ രാജാവെന്നുള്ള വിശേഷണത്തിലേക്ക് കൂടി എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ അടക്കമുള്ളവരെല്ലാം തന്നെ പറഞ്ഞ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. പ്രധാനമായും ഒരു 10 പേരെങ്കിലും BA-ക്കാർ, അതായത് ആ വിഭാഗത്തിൽ നിന്നുകൊണ്ട്, അധസ്ഥിത വിഭാഗത്തിൽ നിന്നുകൊണ്ട് 10 പേരെങ്കിലും BA ഓണേഴ്സ് ബിരുദം നേടണമെന്നുള്ള ആഗ്രഹങ്ങളെല്ലാം മഹാത്മാഗാന്ധിയോട് പങ്കുവെച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് 10 അല്ല 100-ലധികം പേരെങ്കിലും നമുക്ക് ഇത്തരത്തിലൊരു BA-ക്കാരാക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവെച്ചതെല്ലാം തന്നെ നമ്മുടെ ചരിത്രത്തിലെല്ലാം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമായും പോവുകയാണെങ്കിൽ അദ്ദേഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനപ്പുറം വിദ്യാഭ്യാസ അവകാശത്തിനും കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുമറയ്ക്കാനുള്ള അവകാശം നമുക്കെല്ലാം തന്നെ അറിയാൻ കഴിയും. നിലവിൽ ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഇന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. കല്ലുമാല സമരം, അങ്ങനെ കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നൊക്കെ അടയാളപ്പെടുത്തിയ വിശേഷണങ്ങൾക്കെല്ലാം തന്നെ ഉപരിയായ ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ ഈ 163-ാം ജയന്തി ആഘോഷിക്കുമ്പോൾ വളരെ വിപുലമായ ഒരു ആഘോഷ പരിപാടികളാണ് വെങ്ങാനൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിശേഷണങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ സമീപത്തായി തന്നെ വെങ്ങാനൂർ ശ്രീ അയ്യങ്കാളി സ്മാരക AUP സ്കൂളും നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്മാരകം സ്കൂൾ നിലകൊള്ളുകയും ചെയ്യുന്നത്. എന്തായാലും
ഇങ്ങനെ വെങ്ങാനൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാടിനെ സംബന്ധിച്ച് 1863 അയ്യൻമാല ദമ്പതികളുടെ മകനായി അയ്യങ്കാളി ജനിക്കുമ്പോൾ തന്നെ ആ ഇരുണ്ട കാലഘട്ടത്തെ അത് തന്നെയാണ് ശ്യാമേ, ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കേരളത്തിലേക്ക് ജാതിവെറിയുടെയും ഒക്കെ ആ കാലത്തിൽ നിന്ന് മാറി ഇന്ന് നമ്മുടെ കേരളം ഇത്രത്തോളം പുരോഗമനപരമായി ചിന്തിക്കുന്നു മലയാളികൾ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറ്റിയതിൽ മഹാത്മാ അയ്യങ്കാളി വഹിച്ച പങ്ക് അത് ചെറുതല്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ എല്ലാ സേവനങ്ങളെയും കുറിച്ച് വില്ലുവണ്ടി സമരമായാലും പഞ്ചമിയെയും കൊണ്ട് വെങ്ങാനൂർ സ്കൂളിലേക്ക് പോയ കഥയുമെല്ലാം ആ ചരിത്ര സംഭവങ്ങൾ ശ്യാം വളരെ വിശദമായി നമ്മോട് പങ്കുവച്ചു.